എൻ്റെ സിനിമ എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കുമ്പോൾ ആദ്യമായിട്ട് ഞാൻ ആലോചിക്കുന്നത് ഒരുപാട് ഗുരുക്കന്മാരെയാണ്. അതായത് ഓരോ സമയങ്ങളിൽ നമ്മളെ ഇമ്പ്രസ് ചെയ്ത ഓരോ ഫിലിം മേക്കേഴ്സുണ്ട്. അതിൽ എന്നെ സംബന്ധിച്ച് ബേസിക്കലി ഞാൻ മനസ്സിൽ ഒരു എന്താ പറയുക മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെ പറയുന്നത് ഗുരുസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നത് വെച്ചാൽ എനിക്കൊരു ഭയങ്കര ഫേവറേറ്റ് ഗുരുവുണ്ട്. ദാറ്റ് ഈസ് ഡയറക്ടർ കോൾ ഡേവിഡ് ലീൻ. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ എൻ്റെ സ്റ്റുഡിയോയിലെല്ലാം ആ ചിത്രങ്ങൾ കാണും, അദ്ദേഹത്തിൻ്റെ പടം കാണും. കാര്യം ഞാൻ എപ്പോഴും പറയും, ഞാൻ ഒരു ഏകലവ്യനും അദ്ദേഹം ദ്രോണാചാര്യരാണെന്ന് പറയും. അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടിട്ടാണ് എനിക്ക് സിനിമയോടുള്ള ഒരു എന്താ ഒരു അഭിനിവേശം അല്ലെങ്കിൽ ഒരു സിനിമ ഡയറക്ടർ ആവണം എന്നുള്ള ആഗ്രഹം ഉണ്ടായത്. ആൻഡ് പിന്നെ നമുക്കെപ്പോഴും പറയാം ഭരതേട്ടൻ, എന്താ പറയുക ഭാരതിരാജ, ബാലചന്ദ്ര സാറ്, അങ്ങനെ ഒരുപാട് ഫിലിം മേക്കേഴ്സ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാം ഡെഫിനറ്റ്ലി ഐ കോൾ ദം മൈ ഗുരൂസ്. അപ്പം അതിൽ നിന്നൊക്കെ അവരുടെ സിനിമകളിൽ നിന്നെല്ലാം കണ്ടിട്ട് അതായത് എനിക്കെപ്പോഴും ഞാൻ സിനിമയുടെ ഒരു ആരാധകനായിരുന്നു. അതായത് എൻ്റെ സിനിമകൾ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ റിവോൾവർ റിത്തയും കാണും, അതേ സമയത്ത് ഞാൻ ഫെല്ലിനിയും കാണും, ഡിസിക്കയുടെ സിനിമകൾ കാണുന്നുണ്ടായിരുന്നു. എല്ലാ സിനിമകൾക്കും അതിൻ്റേതായ ഒരു വാല്യൂ ഞാൻ കൊടുത്തിരുന്നു. എല്ലാ സിനിമകളും അതിൻ്റേതായ രീതിയിൽ ഞാൻ എൻജോയ് ചെയ്തിരുന്നു. എനിക്ക് ഒരു കാലത്ത് ഞാൻ സിനിമ കാണുന്ന കാലത്ത് ഒരു സിനിമയും മോശമായിട്ട് തോന്നിയിട്ടില്ല. എല്ലാ സിനിമയും എനിക്ക് തോന്നുന്നത് വെച്ചാൽ ബിക്കോസ് സിനിമ അത്രത്തോളം ഇഷ്ടം ഉള്ളതുകൊണ്ട്. മാത്രമല്ല എന്നെ വീട്ടിൽ സിനിമ കാണുന്നതിനോട് ഭയങ്കര എതിർപ്പായിരുന്നു. അതുകൊണ്ട് ഞാനൊരു 10ാം ക്ലാസ് കഴിയുന്നവരെ ആകപ്പാടെ 2 സിനിമ കണ്ടിട്ടുള്ളൂ. ഞാൻ അനാച്ഛാദനം എന്നൊരു സിനിമ, ഓണത്തിന് അമ്മ ഒരു തരും, അങ്ങനെയാണ് ഞാൻ സിനിമ കാണുന്നത്. അനാച്ഛാദനം, അമ്മയെ കാണാൻ നാട്ടിൽ പോകുമ്പോൾ അമ്പലപ്പുഴ പോകുമ്പോൾ ഞാൻ കാണുന്നത്. അവിടെ ഒരു ശ്രീകൃഷ്ണ എന്ന് പറഞ്ഞ തിയേറ്ററുണ്ട്. അവിടെ എൻ്റെ ഏറ്റവും കൂടുതൽ സിനിമ അപ്പോൾ മാത്രമേ സിനിമ കാണാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ഞാൻ ഈ വെക്കേഷൻ അമ്പലപ്പുഴയ്ക്ക് പോകുമ്പോഴാണ് ശ്രീകൃഷ്ണ തിയേറ്ററിൽ സിനിമ കാണുന്നത്. അങ്ങനെ സിനിമ കാണുന്ന സമയത്ത് ഞാൻ എന്നിട്ട് എൻ്റെ ഏറ്റവും വലിയൊരു മൂവ്മെൻ്റ് ആയിരുന്നു, അതേ തിയേറ്ററിൽ ഞാൻ ആര്യൻ എന്ന് പറഞ്ഞ എൻ്റെ സിനിമ ഇരുന്ന് കണ്ടു. സോ ഡെഫിനറ്റ്ലി അത് തന്നെയാണ് ഈ സിനിമകൾ കണ്ട് ഞാൻ എൻ്റെ സിനിമകൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ വേറൊരു വലിയ ഗുരുവാണ് ഹരിഹരൻ സാറ്. കാര്യം വെച്ചാൽ സാറിൻ്റെ ആയിരുന്നു ഏറ്റവും കൂടുതൽ കോമഡി സിനിമകൾ ഞാൻ കണ്ടിരുന്നത്. അദ്ദേഹമാണ് സിറ്റുവേഷൻ ഹ്യൂമർ മലയാളത്തിൽ കൊണ്ടുവന്നത്. സോ ഇങ്ങനെ അന്ന് 70കളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഹിന്ദി സിനിമയിലാണ്. അന്ന് ഞാൻ ആലോചിക്കും എന്തുകൊണ്ട് രാജേഷ് ഖന്നയും ദേവാനന്ദും ഒക്കെ പോലെ നസീർ സാറിന് ഡ്രസ്സ് ചെയ്തുകൂടാ എന്നൊക്കെ ആലോചിക്കുമായിരുന്നു. സോ ഐ വാസ് എ ബിഗ് ഫാൻ ഓഫ് ഹിന്ദി സിനിമ. ആ സമയത്ത് കഴിയുന്നത്ര എല്ലാ സിനിമയും ഹിന്ദി സിനിമകളും കാണും. അതിൽ കൂടുതലും അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ മോഷ്ടിച്ചിട്ടാണ് സിനിമയ്ക്ക് പോകുന്നത്, വേറെ വഴിയില്ല. എല്ലാ സിനിമ കാണാൻ കാശിട്ടല്ല. പിന്നെ ചില സുഹൃത്തുക്കളുണ്ട്, പരമേശ്വരൻ എന്ന് പറഞ്ഞൊരു സുഹൃത്തുക്കളുണ്ട്, പുള്ളിയാണ് എന്നെ ഒരുപാട് സിനിമകൾ കൊണ്ടുപോയി കാണിച്ചിട്ടുള്ളത്. ഹീസ് നോ മോർ, മരിച്ചുപോയി. സോ അങ്ങനെ സിനിമകൾ കണ്ട് ഒരു സിനിമ ഡയറക്ടറായാണ്. എനിക്കൊരു കാര്യം എന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വലുതായിട്ടൊന്നും ഒരു ആസ് എ ഫിലിം ഡയറക്ടർ ഞാനൊരു വലിയ ഇന്ത്യൻ സിനിമയിൽ ആരും ഒന്നും അല്ലെങ്കിലും ഒരു കാര്യം എനിക്ക് വളരെ ഹാപ്പിയാണ്, ഞാൻ എല്ലാത്തരം സിനിമകളും എടുത്തിട്ടുണ്ട്. കോമഡികൾ എടുത്തിട്ടുണ്ട്, പീരിയഡ് ഫിലിംസ് എടുത്തിട്ടുണ്ട്, സറ്റയർസ് എടുത്തിട്ടുണ്ട്, എന്താ പറയണത് റിയലിസ്റ്റിക് സിനിമ എടുത്തിട്ടുണ്ട്, ഫെസ്റ്റിവലിന് പോയ സിനിമകൾ എടുത്തിട്ടുണ്ട്. ആൻഡ് മലയാളം എടുത്തു, തമിഴ് എടുത്തു, കന്നഡ എടുത്തു, ഹിന്ദി എടുത്തു, പല ലാംഗ്വേജസിന് ഞാനൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഞാനൊരു ദൈവാധീനമായിട്ടാണ് കരുതുന്നത് ഇങ്ങനെ ഇതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും. കാരണം എല്ലാം എന്നെ സംബന്ധിച്ച് എൻ്റെ ഫിലിം ജീവിതം എന്ന് പറയുന്നത് സംഭവിച്ചു പോയതാണ്, ഞാൻ പ്ലാൻ ചെയ്തതല്ല. അപ്സ് ആൻഡ് ഡൗൺസ്, ഇഷ്ടംപോലെ ഫ്ലോപ്പുകൾ ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടംപോലെ സക്സസ്ഫുൾ, ഇഷ്ടപ്പെട്ട സിനിമകൾ ഓടാതെ ഇരുന്നിട്ടുണ്ട്, ഓടില്ല എന്ന് വിചാരിച്ച സിനിമകൾ സൂപ്പർ ഹിറ്റായിട്ടുണ്ട്. ഇറ്റ് വാസ് 78ഓളം സിനിമകളായി. ആദ്യത്തെ 5-6 സിനിമകൾ തിരക്കഥാകൃത്തായിരുന്നു, പിന്നീട് സിനിമ ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങി. സോ ബേസിക്കലി ഞാൻ ആരുടെയിൽ നിന്നും ഒന്നും പഠിച്ചില്ല. ഒരു അസിസ്റ്റൻ്റായിട്ട് ഞാൻ ഒരിക്കലും ജോലി ചെയ്തിട്ടില്ല. നോ ഇപ്പോൾ നമ്മൾ പറയാൻ വരുന്നത് ഫൈനലി എനിക്കിഷ്ടപ്പെട്ട 1-2 സിനിമകളെക്കുറിച്ചാണ്, എൻ്റെ സിനിമകളെക്കുറിച്ച്. ഡെഫിനറ്റ്ലി പൂച്ചക്കൊരു മൂക്കുത്തി എന്ന് പറയുന്ന എൻ്റെ ആദ്യത്തെ സിനിമ ആസ് എ ഡയറക്ടർ. അത്
ഒരു ഇൻസ്പിറേഷൻ സ്ട്രേഞ്ച് ജെന്റിൽമാൻ എന്ന് പറഞ്ഞ ചാൾസ് ഡിക്കൻസിൻ്റെ ഒരു പ്ലേ ഞാൻ റേഡിയോ നാടകമാക്കിയിരുന്നു. അതിൻ്റെ ആ പ്ലേയിലെ ക്യാരക്ടറാണ് പൂച്ചക്കൊരു മൂക്കത്തിലെ പപ്പോട്ട്. സത്യമായി അവിടെ നിന്നാണ് എൻ്റെ അങ്ങനെ ഒരു സ്ലാപ്സ്റ്റിക്, അതായത് ഒരു സിറ്റുവേഷൻ ഹ്യൂമർ. അപ്പോൾ അതെന്ന് വെച്ചാൽ അയലത്തെ സുന്ദരി, കോളേജ് ഗേൾ, അങ്ങനെയുള്ള കുറേ സിനിമകൾക്ക് ശേഷം മലയാള സിനിമയിൽ ഹ്യൂമർ എന്ന് പറയുന്ന സിനിമ ഇല്ലാതായി. എല്ലാവരും സീരിയസ് സിനിമ ഞാൻ എപ്പോഴും അലച്ചു. അപ്പോൾ അന്നത്തെ കാലത്ത് എല്ലാവരും ഒരു എന്താ പറയുക, ഒരു ലവ് സ്റ്റോറിയോടെയാണ് ഫസ്റ്റ് ഡയറക്ടർ വരുന്നത് ആ കാലത്ത്, ഇൻക്ലൂഡിങ് ഫാസിൽ. അപ്പം ഞാൻ വിചാരിച്ചു ലവ് സ്റ്റോറി എല്ലാവരും ഫസ്റ്റ് സിനിമ ലവ് സ്റ്റോറിയോട് വരുന്നു. അതിനു മുൻപ് ഞാൻ എഴുതിയ 1-2 സിനിമകളുണ്ട്. എങ്ങനെ നീ മറക്കും, ഇത് അങ്ങനെ 2-3 സിനിമകൾ, കുയിലിനെ തേടി. ആ സിനിമകളിലൊക്കെ ഹ്യൂമർ ആളുകൾ എൻജോയ് ചെയ്യുന്നത് ഞാൻ കണ്ടപ്പോൾ ഞാനൊരു ഫുൾ ലെങ്ത് കോമഡി പടം എടുക്കണം, ദാറ്റ് വിൽ ബി എ ചേഞ്ച്. അങ്ങനെയാണ് ഞാൻ പൂച്ചക്കൊരു മൂക്കെത്തി എന്ന് വെച്ചാൽ അതിൻ്റെ ആ സിനിമ എനിക്ക് മറക്കാൻ വയ്യാത്തതെന്ന് വെച്ചാൽ ആ സിനിമയാണ് എന്നെ ഞാനാക്കിയത്. ഞാൻ രേവതിയെ വിവാഹം കഴിക്കാൻ. അതെ അതെ.